സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലൈവ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് രതീഷ് ആറാടുകയാണെന്നുള്ളതാണ്. കാരണം രതീഷിനെ തളയ്ക്കാൻ പറ്റിയ ആരും ഇപ്പോൾ ബിഗ് ബോസിലില്ല. വരും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും രതീഷ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു പണിയാവും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം മിണ്ടാതിരിക്കുന്നവരെ പോലും പോയി ചൊറിഞ്ഞ് എങ്ങനെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും വീഴ്ത്തുക എന്നുള്ളതാണ് രതീഷിൻ്റെ സ്വഭാവം. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും കഴിഞ്ഞ ലൈവുകളിലും കണ്ടതാണ്. അപ്പം അതേ അവസ്ഥ തന്നെയാണ് ഇന്നും. കാരണം രതീഷിൻ്റെ ആ ലെവലിലേക്ക് എത്താൻ ആർക്കും പറ്റുന്നില്ല. ഒരു ടോപ്പ് ലെവലിലെ മാസ് ലെവലിലേക്കുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ പോലും രതീഷിൻ്റെ ആ ലെവലിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് ആരും വരുന്നില്ല എന്നതാണ്. സിജോയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ റോക്കിക്കോ അർജുനോ ഗബ്രിക്കോ ഇവർക്കൊക്കെ പറ്റാത്ത വേറൊരു ലെവൽ ഗെയിമാണ് ഇപ്പോൾ രതീഷ് ബിഗ് ബോസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം കരഞ്ഞു വിളിച്ച് ബിഗ് ബോസിൽ നിന്ന് പോയ രതീഷ് തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഗെയിം പ്ലേ ആണ് ഇപ്പോൾ രതീഷ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടി, കാണ്ടാമൃഗം പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയാണ് രതീഷിനെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 100% ഉറപ്പാണ് ടോപ്പ് 5 അല്ല ടോപ്പ് 1 തന്നെ രതീഷ് എത്തുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. എന്തായാലും രതീഷ് ആറാടുകയാണെന്നുള്ളതിനകത്ത് ഈ ഒരു മാറ്റവും ഇല്ല. രതീഷ് തകർത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം അവിടെ മൂലയ്ക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് രതീഷിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ. എന്തായാലും തുടർന്ന് ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവും, തീർച്ചയായും കാണുക.